ഇപ്പൊ ഇവിടെ ഈ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ഈ വർഷം പൊതുവെ നമുക്ക് മഴ വളരെ കുറവായിരുന്നു. വയനാട് ജില്ലയിൽ ഒരു 50 മുതൽ 60% ഒരു ഡെഫിസിറ്റ് റെയിൻഫോൾ ആണ് കഴിഞ്ഞ ജൂൺ ലാസ്റ്റിൽ 30 വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ ഒരു ദിവസമാണ് ലാസ്റ്റ് 24 അവേഴ്സിലാണ് നമുക്ക് ഒരു 200 മില്ലിമീറ്റർ മഴ ലക്കിടി മുതൽ മുണ്ടക്കൈ വരെയുള്ള ഭാഗത്ത് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ 200 മില്ലിമീറ്റർ മഴ ഈ ഡെഫിസിറ്റ് റെയിൻഫാളിന്റെ കൂടെ ചേരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് പ്രകൃതിയിൽ അങ്ങനെ ഉരുൾപൊട്ടൽ സാധ്യതകൾ വളരെ കുറവാണ്. മണ്ണ് ഭൂമിയിലേക്ക് കുടിച്ചിറങ്ങുക ചെയ്യുക. ഈ സൈറ്റിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് 200 മില്ലിമീറ്റർ മഴ പെയ്ത സമയത്ത് അതിന്റെ ഇടതുവശത്ത് ഈ ടണൽ എൻട്രൻസിന്റെ ഇടതുവശത്തൊക്കെ ഒരു പാറയുള്ള ഒരു ഭാഗമാണ്. ഒരു കുറച്ച് തുടർച്ചയായിട്ട് തുറന്ന സ്ഥലങ്ങളിലും പാറയുള്ള ഭാഗമാണ്. അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് അവിടെ ശക്തമായിട്ട് മഴയുടെ നീരൊഴുക്കുണ്ടാവും. ഈ നീരൊഴുക്ക് നേരെ ഇറങ്ങി വരുന്നത് ഈ ടണലിന്റെ എൻട്രൻസ് സൈഡിലേക്കാണ്. അവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പൊ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ഈ മണ്ണ് തട്ടായിട്ട് തിരിച്ച് അതിന്റെ മേലെ സിമെന്റ് പ്ലാസ്റ്ററിംഗ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു പ്ലാസ്റ്ററിങ്ങിന് ഒരിക്കലും നമ്മളെ ഈ അതിശക്തമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത് നേരെ അതിനെ തള്ളി മറിച്ച് താഴത്തെ കൂട്ടിവെച്ച മണ്ണിനെയും കൂടി തള്ളി നേരെ നമ്മുടെ മീനാക്ഷി പുഴയിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതില് രണ്ട് കാര്യം പറയാനുള്ളത്. ഒന്ന്, മൺസൂൺ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ പരിപാടികൾ നടത്താനേ പറ്റില്ല. പ്രത്യേകിച്ചും വെസ്റ്റേൺ ഗാർഡ്സിന്റെ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള മഴ കിട്ടുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ചും മുണ്ടക്കൈ, ചൂരൽമല, ചെമ്പ്ര ഈ മലപ്രദേശങ്ങളിലൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് 1984 മുതൽ നിരന്തരമായിട്ട് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ആളുകൾ മരണപ്പെട്ട സ്ഥലങ്ങളാണ്. സ്ലോപ്പ് വളരെ ഫ്രജൈലാണ്. അത്തരം പ്രദേശങ്ങൾ മഴയ്ക്ക് മുമ്പ് തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നിർത്തിവെക്കേണ്ടതായിരുന്നു. രണ്ട്, നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഈ പറഞ്ഞ മാതിരി മണ്ണ് ഇവിടെ കൂട്ടിവെക്കാൻ പാടില്ലായിരുന്നു. അത് രണ്ടാമത്തെ കാര്യം. പിന്നെ ഈ വലിയൊരു മലയെ നമ്മൾ മുറിച്ചിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയ ഒരു കോൺക്രീറ്റിന്റെ ഒരു ഒരു ശകലം തേച്ച് വെച്ചുള്ള ഒരു സ്ട്രക്ചറാണ്. അത്തരം സ്ട്രക്ചറുകൾക്ക് ഒരിക്കലും തന്നെ ഇത്തരം വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിനെയും മലയെയും പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും നല്ല ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഒരു വലിയൊരു ഒരു ടെക്നിക്കൽ മാനേജ്മെന്റ് ഫെയിലിയർ ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത്. മനുഷ്യർ അതിൽ പെട്ടുപോയി എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്.